ജെറുസലേമിലെ നാടുവാഴിയായിരുന്ന പീലാത്തോസ് യേശുവിനെ കുറ്റവിചാരണ ചെയ്യുന്ന രംഗം പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലുണ്ട്. യേശു നിരപരാധിയാണെന്ന് പീലാത്തോസ് കണ്ടു. അദ്ദേഹത്തെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ആ പാപത്തിന്റെ പങ്കാളിയാവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പക്ഷെ യഹൂദ ന്യായാധിപ സംഘം, അവരടങ്ങുന്ന പുരുഷാരം യേശുവിന്റെ രക്തത്തിനു വേണ്ടി ആരവം ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ പീലാത്തോസ് എഴുന്നേറ്റ് പുരുഷാരം കാണെ കൈ കഴുകി, എന്നിട്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ അത് നോക്കിക്കൊള്ളുവിൻ. അതായത് യേശുവിന്റെ രക്തത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലായിരിക്കും, നിങ്ങളുടെ ശിരസിലായിരിക്കുമെന്ന് പീലാത്തോസ് യഹൂദ പ്രമാണികളോട് പറയുകയായിരുന്നു. ഈ പീലാത്തോസിന്റെ രൂപവും ഭാവവും സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൽ പ്രകടമാവുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? പത്രപ്രവർത്തക യൂണിയന്റെ തിരുവനന്തപുരം ഘടകം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടി, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ മീറ്റ് ദ പ്രസ്. അതിന് 2ാം ദിവസം ബിനോയ് വിശ്വമായിരുന്നു അതിഥി. പക്ഷെ ആ വാർത്തയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ അത്ര പ്രാധാന്യം കിട്ടിയതായി തോന്നിയില്ല. വാസ്തവത്തിൽ അത് സിപിഐയുടെ ഒരു നയപ്രഖ്യാപനമായിരുന്നു. അതാണ് ആ പത്രസമ്മേളനത്തിൽ ബിനോയ് വിശ്വം നടത്തിയത്. അവിടെയാണ് ഈ പീലാത്തോസിന്റെ ശബ്ദം, സ്വരം, ആ രൂപം, ആ ഭാവം നമ്മൾ ഈ ബിനോയ് വിശ്വത്തിൽ കണ്ടത്. ശബരിമലയിലെ കുപ്രസിദ്ധമായ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ബിനോയ് വിശ്വം. ഈ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗ്യന്തരേണ CPM-ന്റെ തൈയില് ചാർത്തുകയായിരുന്നു. ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ, അതിന്റെ സകല ഉത്തരവാദിത്വവും CPM തന്നെ ഏറ്റെടുക്കണം, അതിന് ഞങ്ങളെ കിട്ടില്ല എന്ന വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഒരു നയപ്രഖ്യാപനം, അതാണ് ഈ പത്രസമ്മേളനത്തിൽ ബിനോയ് വിശ്വം നടത്തിയത്. പത്രപ്രവർത്തക യൂണിയന്റെ ആസ്ഥാനമായ കേസരി മന്ദിരത്തിലാണ് ഈ മീറ്റ് ദ പ്രസ് നടന്നത്. ആ ഹോളിന്റെ ഡയസില് ഒരു മഗ് വെള്ളം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാധ്യമ പ്രവർത്തകർ കാണെ എടുത്ത് കൈ കഴുകിയതിനു ശേഷം ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം CPM-നെ തള്ളിപ്പറയുമായിരുന്നു. വെള്ളം അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് അദ്ദേഹം കൈ കഴുകിയില്ല എന്ന് മാത്രം. സ്വർണ്ണ കവർച്ച കേസിൽ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും അവരുടെ ഇഷ്ട തോഴനുമായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു ജയിലിലായി. ഒരു മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ന് മുൻ പ്രസിഡന്റ് ആകും. പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കുകയാണ്. ഇവർ രണ്ടുപേരും അറസ്റ്റ് കാത്ത് ക്യൂവിൽ കഴിയുകയാണ്. അതുപോലെ ED ഇടപെടുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കേസ് സംബന്ധിച്ച FIR നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സങ്കീർണമായ ഒരു സാഹചര്യത്തിന്, അതായത് തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു. അപ്പോഴാണ് ഈ സ്വർണ്ണക്കേസിലുള്ള ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് നടന്നു, ഇനി അറസ്റ്റുകൾ നടക്കാൻ പോകുന്നു, ED വരാൻ പോകുന്നു. ഇതുപോലെയുള്ള വളരെ സങ്കീർണമായ ഈ സാഹചര്യത്തിലാണ് CPI-യുടെ നേതാവ്, അല്ലെങ്കിൽ ഭരണമുന്നണിയിലെ 2ാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ശബരിമല സ്വർണ്ണ കവർച്ച സംബന്ധിച്ച് അവരുടെ നയം വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്നാണ് മീറ്റ് ദ പ്രസിൽ ബിനോയ് വിശ്വം തുറന്നടിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങള് ഓരോ പാഠങ്ങളാണ്, ആ പാഠങ്ങൾ നമ്മൾ പഠിക്കണം, അത് ഉൾക്കൊള്ളണം എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. ഇത് ആരോടാണ് പറയുന്നത്? ബിനോയ് വിശ്വം ഇത് തുറന്നു പറയണമെന്ന്, എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം എന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാകണമെന്ന് ബിനോയ് ആരോടാണ് പറയുന്നത്? CPM-നോടാണ്. സംഭവിച്ച വിവാദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വലിയ തോതിലുള്ള സ്വർണ്ണ കവർച്ച, ഭഗവാന്റെ സ്വർണം കവർ ചെയ്തിരിക്കുന്നു. അതിന് ഉത്തരവാദികളായിരിക്കുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2 പ്രസിഡന്റുമാര് അറസ്റ്റിലാവാൻ പോകുന്നു. പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നു, അത് തുറന്ന് പറയണം. ഇത് സംബന്ധിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും വേണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്ന് തന്നെ ബിനോയ് വിശ്വം പറയുമ്പോൾ അത് ആരെക്കുറിച്ചാണെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? ആരാണ് ഉപ്പ് തിന്നത്? ആരാണ് വെള്ളം കുടിക്കേണ്ടത്? ഉപ്പ് വാരി തിന്നിട്ട് അമിത ദാഹവും പരവേശവുമായി വെള്ളത്തിനു വേണ്ടി മണ്ടി നടക്കുന്നത് ആരാണ്? അവരോടാണ് ബിനോയ് വിശ്വം പറയുന്നത്, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കണം. നിങ്ങൾ ദാഹിച്ച് പരവേശം പൂണ്ട് നടക്കുമ്പോ ഒരു കപ്പ് വെള്ളവുമായി നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരിക്കുകയില്ല എന്ന വ്യക്തമായ സന്ദേശം. അതാണ്
ബിനോയ് വിശ്വം ഇന്നലത്തെ പത്രസമ്മേളനത്തില് CPM-നെ ഓർമ്മിപ്പിച്ചത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ കുടുങ്ങി CPM കയ്യും കാലും ഇട്ടടിക്കുമ്പോൾ ആ പാപഭാരം പേറാൻ, അതിന്റെ പങ്കുപറ്റാൻ CPI ഉണ്ടായിരിക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ, നല്ല പച്ച മലയാളത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡുകളിൽ CPIയുടെ ഒരു പ്രതിനിധി ഉണ്ട്. അത് മനസ്സിലാക്കാതെയല്ല, അല്ലെങ്കിൽ ഓർക്കാതെയല്ല ബിനോയ് വിശ്വം ഈ പറയുന്നത്. അതായത് CPIയുടെ പ്രതിനിധിയോ CPIയോ ഈ കൊള്ളയുടെ പങ്ക് പറ്റിയിട്ടില്ല എന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും പോരായ്മകളോ പാളിച്ചുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാരോട് തുറന്നു പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മാലിന്യത്തിന്റെ ഭാണ്ഡം ചുമലിലേറ്റി നിൽക്കുന്നവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ബിനോയ് വിശ്വം ഈ പാപത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഈ സ്വർണക്കൊള്ളയിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് കൈ കഴുകി മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്. CPM-ഉം CPI-യും തമ്മിലുള്ള ഇഷ്ടക്കേടുകളും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവര് CPM-നെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ പങ്കാളികളാവാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് CPI എടുത്തു. പക്ഷേ CPI-യോടോ മറ്റു ഘടകകക്ഷികളോടോ മന്ത്രിസഭയോടോ ഇടതുമുന്നണിയോടോ ആലോചിക്കാതെ അതിനു മുമ്പ് തന്നെ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാവാൻ സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിൽ നിന്ന് പിന്മാറണമെന്ന് ശാഠ്യം പിടിച്ചു CPI. യാതൊരു കാരണവശാലും അത് സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഒടുവില് മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ CPM കീഴടങ്ങി. CPI-യുടെ മുമ്പിൽ കീഴടങ്ങി. അത് ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമാണ്. എപ്പോഴും CPI-യുടെ മേൽ വിജയം ആഘോഷിക്കുന്നത് CPM ആയിരുന്നു. പക്ഷെ ഇത്തവണ കീഴടങ്ങേണ്ടി വന്നു. പക്ഷെ അവിടെയും CPI-യെ ഒന്ന് കൊച്ചാക്കാനുള്ളൊരു ശ്രമം പിന്നീടുണ്ടായി. ഇത് സംബന്ധിച്ച തീരുമാനം കേന്ദ്ര ഗവൺമെന്റിനെ രേഖാമൂലം അറിയിക്കണമെന്ന് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടായിരുന്നു. അത് സംബന്ധിച്ചൊരു കത്ത് തയ്യാറായതാ. പക്ഷെ 2 ആഴ്ചയായിട്ടും ആ കത്ത് അയക്കാൻ CPM അല്ലെങ്കിൽ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടാക്കിയില്ല. 2 ആഴ്ച ഒരു കത്ത് തയ്യാറാക്കി കേന്ദ്രത്തിന് അയക്കാൻ. ഇതിനിടയ്ക്ക് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഡൽഹിയിലെത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. എന്നിട്ട് പോലും ആ കത്ത് അവിടെ എത്തിച്ചില്ല. കത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ അപ്പോൾ കാണാമെന്ന് ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വന്നു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് CPI മന്ത്രിമാര് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അവരുടെ ആശങ്ക അറിയിച്ചു. എന്തുകൊണ്ടാണ് ഈ കത്ത് അയക്കാതിരിക്കുന്നത് എന്ന് ചോദ്യം ഉന്നയിച്ചു. അപ്പോഴാണ് ഈ 2 ആഴ്ചയ്ക്ക് ശേഷം കത്ത് അയക്കാൻ, കേന്ദ്രത്തിലുള്ള കത്ത് ഡൽഹിയിലേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാര് ഈ വിഷയം ഉന്നയിക്കുമായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും താമസിച്ചെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. ഇക്കാര്യത്തിൽ എന്തിനാണ് ഒരു നിയമോപദേശം? അത് മനസ്സിലാവുന്നില്ല. ഇത് CPM-ഉം CPI-യും തമ്മിലുണ്ടായ ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. പിന്നെ ഒരിക്കൽ ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ട് എന്താ കാര്യം? CPI-യുമായി ധാരണ എത്തിയതാണല്ലോ, പിൻവലിക്കാൻ തീരുമാനിച്ചതാണല്ലോ, പിന്നെന്തിന് നിയമോപദേശം? ഇനി നിയമോപദേശം തേടണം എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഓക്കെ, സമ്മതിച്ചു. എങ്കിൽ എന്തിനാണ് ഈ 2 ആഴ്ച? ഒട്ടും സങ്കീർണമല്ലാത്ത ഒരു പ്രശ്നത്തിൽ നിയമോപദേശം കിട്ടുന്നതിന് എന്തിനാണ് ഈ 2 ആഴ്ച? സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറലിനോടാണ് ചോദിക്കുക ഇത്തരം കാര്യങ്ങളിൽ ഉപദേശം. അപ്പോ അഡ്വക്കേറ്റ് ജനറൽ അന്ന് തന്നെയോ പിറ്റേന്നോ ഉപദേശം നൽകുന്നതാണ് പതിവ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു വലിയ പാരാവാരമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം, ഒരു വലിയ ഓഫീസും സംവിധാനവും ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 2 ആഴ്ച താമസിക്കുന്നത്? ഇങ്ങനെ കാലതാമസം ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു വിധി ഉണ്ടായാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടുന്ന അഡ്വക്കേറ്റ് ജനറലിനോടാ. അത്തരൊരു സന്ദർഭത്തിൽ 2 ആഴ്ച കാത്തിരിക്കുമോ സംസ്ഥാന സർക്കാർ നിയമോപദേശത്തിന് വേണ്ടി? അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് 2 ആഴ്ച എടുക്കുമോ ഉപദേശം കൊടുക്കാൻ? പിന്നെന്താണ് ഈ കാര്യത്തിൽ മാത്രം ഇങ്ങനെ കാലവിളംബം ഉണ്ടാവുന്നത്? ഇത്രയോടൊരു ചെറിയ കാര്യമാണ്. ഇതല്പം താമസിപ്പിച്ചിട്ട് CPI ഒന്ന് കൊച്ചാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനുവേണ്ടിയാണ് ഇത് ചെയ്തത്. അവസാനം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞപ്പോ കത്ത് വഴിയാമണ്ണം കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്തു. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തില് CPM-നെതിരായിട്ട് CPI കലാപക്കൊടി ഉയർത്തിയത് ഈ PM ശ്രീ പദ്ധതിയുടെ പേരിൽ മാത്രമാണെന്നാണോ നിഷ്കളങ്കർ കരുതിയിരിക്കുന്നത്? കുറെ കാലമായിട്ട് CPM-ഉം CPI-യും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗം മാത്രമായിരുന്നു അത്. അവർക്ക് പല പ്രശ്നങ്ങളുണ്ട് ഈ ഗവൺമെന്റുമായിട്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, CPI-യുടെ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്.
ഇത് CPIയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളിലും പിന്നീട് സംസ്ഥാന സമ്മേളനത്തിലും വന്ന പരാതിയാണ്. പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക്. സംസ്ഥാനത്ത് ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതെ വരിക, വില കൂടുക, ഇതൊക്കെ ചെയ്താൽ ചോദ്യം ഉയരുക ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയോടാണ്. അത് CPIയുടെ മന്ത്രിയാണ്. അവർക്ക് ആവശ്യത്തിന് പണം കൊടുക്കുന്നില്ലെങ്കിൽ, വിപണിയിൽ ഇടപെടുന്നതിനാവശ്യമായ പണം ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ആ വകുപ്പിന്റെ പ്രവർത്തനം താറുമാറാവും. അവർക്ക് കൃത്യമായിട്ട് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു. CPI മന്ത്രിമാരെ അവഗണിക്കുന്നു. അതുപോലെ തന്നെ CPI MLA-മാരുടെ മണ്ഡലങ്ങളിൽ വികസന പരിപാടികൾക്ക് ആവശ്യത്തിന് പണം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വികസന പദ്ധതികൾ അനുവദിക്കുന്നില്ല. ഈ വക പരാതികൾ വളരെ നേരത്തെ ഉള്ളതാണ്. ഓരോ വകുപ്പിലെയും സെക്രട്ടറിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മന്ത്രിമാർക്ക് യാതൊരു പങ്കും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. സാധാരണ അങ്ങനെയല്ല. മന്ത്രിമാർ താല്പര്യമുള്ള സെക്രട്ടറിമാരെ ചോദിക്കാറുണ്ട്, അതനുസരിച്ച് നൽകാറുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ലെന്നാണ് ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുക. അവിടുത്തെ ചില ആളുകളാണ് ഈ കാര്യത്തിൽ അവസാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. B. അശോക് എന്ന് പറയുന്ന ഒരു IAS-കാരൻ വളരെ മിടുക്കരായിട്ടുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹത്തോട് നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വല്ലാത്ത ദേഷ്യമാണ്, വ്യക്തിപരമായിട്ടുള്ള എന്തോ വൈരാഗ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് 3 മാറ്റങ്ങൾ നൽകി. ഈ 3 സ്ഥലം മാറ്റങ്ങളുടെയും കാര്യത്തിൽ അദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിച്ചു. 3ലും സ്റ്റേ കിട്ടി. ഒരു വല്ലാത്ത നാണക്കേടായി പോയി സർക്കാരിന്. ആ നാണക്കേടിന്റെ പകുതി കൃഷിമന്ത്രി കൃഷ്ണപ്രസാദിനാണ് കിട്ടിയത്. പക്ഷെ ആ മനുഷ്യൻ അറിഞ്ഞിട്ട് പോലുമില്ല. B. അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനെതിരായിട്ട് സർക്കാർ എടുത്ത നടപടികൾ അത് എന്തിനെടുത്തു, എങ്ങനെയെടുത്തു എന്ന് ബന്ധപ്പെട്ട മന്ത്രിക്കറിയില്ല. അദ്ദേഹത്തിന്റെ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അശോക്. പക്ഷേ അശോകിനെതിരെ ഉണ്ടായ ക്രൂരകൃത്യങ്ങള് ഈ മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ചെറിയാച്ചന്മാരാണ് അത് നടത്തിയത്. നമ്മുടെ റവന്യൂ മന്ത്രി K. രാജനാണ് കളക്ടർമാരുടെ ചുമതല. പക്ഷെ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടേതാ, അതിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ കളക്ടർമാരെ മാറ്റുന്ന കാര്യത്തില് പലപ്പോഴും റവന്യൂ മന്ത്രി രാജന് ഒരു സേയുമില്ല. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. കുറഞ്ഞ പക്ഷം ഒന്ന് ചർച്ച ചെയ്യണ്ടേ? വകുപ്പ് സെക്രട്ടറിമാരെ മാറ്റുമ്പോൾ ആ മന്ത്രിയുമായി, കളക്ടർമാരെ മാറ്റുമ്പോൾ റവന്യൂ മന്ത്രിയുമായിട്ട് ഒരാലോചന വേണ്ടതല്ലേ? ഇതൊന്നും നടക്കുന്നില്ല. മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് വേണമെന്നാണ് പറയുന്നത്. പക്ഷെ CPIയുടെ മന്ത്രിമാർ ആവശ്യപ്പെട്ടാൽ അത് കിട്ടാറില്ലെന്ന് സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്നറിഞ്ഞുകൂടാ. കുറെ നാളായി കേട്ടുകൊണ്ടിരിക്കുന്ന പരാതിയാണ്. റവന്യൂ മന്ത്രി K. രാജനാണെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ തയ്യാറാവും. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ തോതിലെങ്കിലും ഒരു താല്പര്യമുള്ളൂ. അദ്ദേഹം CPIയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം CPI മന്ത്രിമാരിലെ ഏറ്റവും സീനിയറാ. അദ്ദേഹത്തെ കാണും. പക്ഷെ മറ്റു മന്ത്രിമാരെ ഒന്നും കാണാൻ താല്പര്യമില്ലെന്നാണ് പരാതി. മുഖ്യമന്ത്രിയുടെ പരാതി പറയാനുള്ള ഒരു സംവിധാനമായിട്ട് ഈയിടെ ഒരു കോൾ സെന്റർ ആരംഭിച്ചു. അതിൽ മുഴുവൻ നിയമിച്ചിരിക്കുന്ന NGO യൂണിയൻകാരെയാ. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിൽ നിന്ന് ഒരു പട്ടിക ചോദിച്ചിരുന്നു. അവർ കൊടുക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നിന്ന് 4-5 പേരെ വെച്ചു, കണ്ണേറ് കിട്ടാതിരിക്കാൻ വേണ്ടി. ബാക്കിയെല്ലാം NGO യൂണിയനാ. അങ്ങനെ സർവത്ര അവഗണന CPIയോട് ഭരണരംഗത്ത് നടമാടുകയാണ്. അതുകൊണ്ടാണ് അവസരം കാത്തിരുന്ന CPI PM ശ്രീ പദ്ധതി എന്ന പ്രശ്നം വന്നപ്പോൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ CPM-നെതിരായിട്ട് ശക്തമായ ഒരു നിലപാടെടുത്തത്. ഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സെക്രട്ടറിമാരെ മാറ്റുമ്പോൾ ആലോചിക്കുന്നില്ല, അതൊന്നും പറഞ്ഞാൽ ഏൽക്കുകയില്ലെന്നവർക്കറിയാം. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ നിലനിൽക്കും എന്ന് വിശ്വാസമുള്ള ഒരു വിഷയം PM ശ്രീ പദ്ധതി അവരെടുത്ത് ഉപയോഗിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കുന്ന കാർക്കശ്യം. അദ്ദേഹത്തിന് അല്പം മൂച്ചു കൂടിയിരിക്കുക. ഒരു വിജയമുണ്ടായി, അത് മാത്രമായിരിക്കണമെന്നില്ല. കാരണം ഈ രീതിയിൽ പോയാൽ, സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല. ആ പാപഭാരം ഞങ്ങളുടെ ചുമലിലേക്ക് വെക്കാമെന്ന് ആരും കരുതണ്ട. അത് ഒറ്റയ്ക്ക് അനുഭവിച്ചോണം CPM തന്നെ. അത് നിങ്ങളാണത് നടത്തിയത്. അതിന്റെ ഉത്തരവാദിത്വവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ പാപഭാരവും CPM തന്നെ ഏറ്റെടുത്തു കൊള്ളണം എന്നാണ് ഇപ്പോൾ CPI നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അളമുട്ടിയാൽ പുളവൻ പോലും വാലിൽ കുത്തി എഴുന്നേറ്റ് നിൽക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.